ഹലോ ഗൈസ്, എല്ലാവർക്കും ഫൺ കിഡ്സ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡോൾഫിൻ വാച്ചിന് വേണ്ടി പോവാണ്. അപ്പോൾ ദേ ഈ കടലിലോട്ടാണ് നമ്മൾ ഡോൾഫിൻ വാച്ചിന് പോകുന്നത്. അപ്പോൾ കുറേ ബോട്ടുകളുണ്ട്. അപ്പോൾ ഈ പോർട്ടിൻ്റെ പേര് മറീന ബന്ദർ അൽ റൗദ എന്നാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ചെറുപ്പത്തിലേ പോയിട്ടുണ്ട്. മമ്മയുടെ പപ്പയുടെ ഇത് 4ാമത്തെ പ്രാവശ്യമാണ് പോണത്. ആഡംബര യാച്ചുകൾ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറേ മീനുകളൊക്കെ കണ്ടു. നല്ല ഡിസൈനുകളും ഭംഗിയുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു. റഹീബ് ടൂർസ് എന്ന ഏജൻസി വഴിയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അതേ നമ്മൾ ബോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡോൾഫിൻ വാച്ച് മാത്രമല്ല, പാരസൈലിങ്ങും സ്നോർക്ലിങ്ങും സ്കൂബ ഡൈവിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഞങ്ങൾ അടുത്ത പ്രാവശ്യം പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതേ ഈ ചേട്ടനാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തന്നത്. അപ്പോൾ അതേ ഉണ്ണി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയി ഫ്രണ്ടിൽ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ ഇരുത്ത് നിന്നിരുന്നത് നിറച്ച് മീനുകളാണ് ഗൈസ്. അവരാണ് ഡോൾഫിനെ വിളിച്ചോണ്ടിരുന്നത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഡോൾഫിൻ വാച്ചിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മമ്മ അവിടെ പേടിച്ചിട്ടാണ് പോണത്. ഞങ്ങൾ പോയി ആസ്വദിച്ചിട്ട് വരാം കേട്ടോ. അതേ ഉണ്ണിക്കുട്ടനെ എന്തൊക്കെ കാണിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പാമ്പൊന്നും ഇല്ലത്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ബോട്ട് ടൂറിങ്സ്. അപ്പോൾ അതേ ഞങ്ങൾ ബോട്ടിൽ കയറി പുറപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ണി വലിയ സ്റ്റൈലൊക്കെ കാണിച്ചിരിക്കുകയാണ്. വലിയ ആളാന്ന് വിചാരം. ആദ്യം നല്ല പതുക്കെയായിരുന്നു ബോട്ട് പോകണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് സ്പീഡ് കൂടി. അപ്പം അമ്മയ്ക്ക് ആകെ പേടിച്ചിട്ടിരിക്കണേ. ഇപ്രാവശ്യം വേവ്സ് നല്ലോണം കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ബോട്ട് ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബോട്ട് ആകെ ഷേക്കിംഗ് ആയിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ബോട്ട് യാത്ര. ഇനി കുറച്ച് ദൂരെ പോയിട്ടാണ് ഡോൾഫിനെ നമ്മൾ കാണാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതേ നമ്മളിവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു സ്പീഡൊക്കെ കുറച്ചു. ഇപ്പോൾ അതേ നമുക്ക് ഡോൾഫിനെ കാണാം ഇവിടെ. കിട്ടി 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 അത് കിട്ടി. ഇതേ ഫ്രണ്ടിൽ പോണം. എടാ നോക്കിയേ, ഓ അടിപൊളി അടിപൊളി. ഇത് കിട്ടിയോ നോക്ക്. അത് ചെറുതാ. ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വരായിരുന്നു മൊബൈലുമ്മ കയ്യുമ്പിലേക്ക്. നമ്മള് ഇതിന് പോയാണ്. തിമ്മിങ്ങലം ഉണ്ടോ നോക്കറ. തിമ്മിങ്ങലം അയ്യോ സോറി. ഇതൊന്നും കാണാനൂടി ഇല്ലേ മൊബൈലിനുള്ളിൽ വെളിച്ചടിച്ചിട്ട്. അതൊക്കെ ശരിയാണ്. ചിലരിൽ പിടിച്ചു വെക്കും, ഓണാക്കില്ലേ. അതിലല്ല, കൊറേ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളതാണ്. അയ്യോ നമുക്ക് ഭാഗ്യമുണ്ടെന്ന്. ഷാർക്കുണ്ടാ? അതന്നെ ഷാർക്കായിരുന്നു. കറക്റ്റ്. ഏതാ? ഓ ചാടി. നിന്റെ കാലിന് തൊട്ടിട്ടുള്ള ചാടിയുണ്ട്. അപ്പോൾ
ആ തറ്റത്ത് ദേ പോണു ദേ പോണു ദേ പോണു ദേ പോണു എന്റെ കാൽമെന്താ തൊട്ടൂല് കിട്ടുന്നുണ്ട്. ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബോട്ടിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ഇന്ന് ഇരിക്കണ്ടായിരുന്നത്. അതുകൊണ്ട് വേവ്സ് അടിച്ച് ചെറുതായിട്ടൊക്കെ ഞങ്ങളുടെ പാൻറ്റൊക്കെ നനഞ്ഞു. ഇത് ഞങ്ങളുടെ മാമിയും കസിൻസും അമ്മാമ്മയൊക്കെയാണ്. അപ്പോൾ അവരും ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ഡോൾഫിനൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. അപ്പോൾ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ദ്വീപാണ്. അപ്പോൾ ഇത് ആദ്യമൊക്കെ ഇതിൻ്റെ ഉള്ളിലൂടെ പോകാറുണ്ട്. ഇപ്പോൾ അതൊരു പ്രൈവറ്റ് ബീച്ച് ആക്കിയതുകൊണ്ട് ഇപ്പോൾ അതിലൂടെ കടത്തണില്ല. അവിടെ തന്നെ ഞങ്ങൾ 2-3 ആമകളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവിടെ സ്നോർക്ലിംഗ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഇത് ഓടില്ല. അപ്പോൾ 2 മണിക്കൂറിൻ്റെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങളിവിടെ പോർട്ടിൽ വീണ്ടും എത്തി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കണം. കാലത്ത് 8 മണിക്ക് വന്നതാണ്. ഇപ്പോൾ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഫുഡ് അടിച്ചിട്ട് ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടി പ്ലാൻ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നല്ല ഭംഗിയുള്ള ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം. ആകാശം വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഡോൾഫിനൊക്കെ കണ്ട് തിരിച്ച് പോർട്ടിലെത്തിയിട്ടുണ്ട്. നല്ലോണം എൻജോയ് ചെയ്തു. കുറേ ഡോൾഫിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് ക്ഷീണവും വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഫുഡ് അടിക്കാൻ പോകണം. അപ്പോൾ ഞങ്ങൾ കുറേ ഡോൾഫിനെ കണ്ടു. ചിലതൊക്കെ നമുക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. കാരണം വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഡോൾഫിനെ അപ്പുറത്തേക്ക് വൈകി പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒമാനിലുള്ളവരാണെങ്കിൽ തീർച്ചയായും ഇവിടെ വരണം. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഡോൾഫിനൊക്കെ കണ്ടിട്ട് പോകണം. പിന്നെ ഇവിടെ സ്നോർക്ലിംഗ് പാരസൈലിംഗ് ഒക്കെ ഉണ്ട്. അതിലും നിങ്ങൾക്ക് പോവാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.